അപ്പോൾ പി എസ് സി എല്ലാവരും എന്ത് ഒന്നും ഞെട്ടിച്ചിട്ടുള്ളത് അല്ലേ? അതായത് എക്സാമിൻ്റെ കലണ്ടർ 1-ാം തീയതി പബ്ലിഷ് ചെയ്യുമെന്ന് പറഞ്ഞാൽ 1-ാം തീയതി തന്നെ പബ്ലിഷ് ചെയ്തിട്ട് പി എസ് സി എല്ലാവരും ഞെട്ടിച്ചിട്ടുള്ളത്. അതായത് ടെൻറ്റേറ്റീവ് കലണ്ടർ പ്രകാരം ടെൻറ്റേറ്റീവ് കലണ്ടർ എന്ത് ഇന്ന് ഔട്ടായിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഏതൊക്കെ ദിവസം ഏതൊക്കെ മാസങ്ങളിലാണ് ടെൻറ്റേറ്റീവായിട്ട് എക്സാം കണ്ടക്ട് ചെയ്യുന്നില്ല നിങ്ങൾക്ക് ഓൾറെഡി മനസ്സിലായിട്ടുണ്ടാവും. അതിൻ്റെ കൂടെ എന്താ പി എസ് സി വീണ്ടും ഞെട്ടിച്ചിട്ടുള്ളത്, അതായത് പരീക്ഷാ കലണ്ടറിൽ ഉൾപ്പെട്ട എല്ലാ തസ്തികളുടെയും പരീക്ഷാ സിലബസ് കൂടെ പി എസ് സി പറയുന്നത് നമ്മളെന്താ നിങ്ങൾ സിലബസ് കിട്ടാത്തതുകൊണ്ട് നിങ്ങൾ പഠിക്കാണ്ട് വെക്കേണ്ട, സിലബസും എന്താ ഏറ്റവും ആദ്യം തന്നെ നിങ്ങൾക്ക് തന്നേക്കാന്നുള്ള രീതിയിലാണ് പി എസ് സി പറയുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ, മാക്സിമം ഉദ്യോഗാർത്ഥികൾ നല്ല രീതിയിൽ പഠിച്ചിട്ട് ഏറ്റവും ടോപ്പ് ഏറ്റവും വർത്തിയായിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ എന്താ അവർക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ ഉദ്ദേശിക്കുന്നത്. സിലബസും എന്താ പറയുന്നത് പി എസ് സി നിങ്ങൾക്ക് തരാം എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അതിൻ്റെ ഒഫീഷ്യലായിട്ടുള്ള ഒരു നോട്ടീസ് പി എസ് സി ഇന്ന് പുറത്തിറക്കിയിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോവാം. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്താ നിങ്ങൾക്ക് ടെൻറ്റേറ്റീവ് എക്സാം കലണ്ടർ കിട്ടി. അപ്പോൾ ഇന്ന മാസങ്ങളാണ് നടക്കാൻ സാധ്യതയാണ്. അതിൻ്റെ കൂടെ തന്നെ എന്താ സിലബസും പിടിച്ചോ, സിലബസും തന്നു. അപ്പോൾ നിങ്ങൾക്ക് എന്താ അതിനിഷ്ടം നിങ്ങൾ എഫേർട്ട് എടുക്കുക എന്നുള്ളതാണ് ഇതിൽ അൾട്ടിമേറ്റ് ആയിട്ടുള്ള എയിം വരുന്നുണ്ടാവുക. അപ്പോൾ ഇത് എന്ത് നമ്മുടെ പി എസ് സിയുടെ പ്രസിദ്ധീകരണത്തിന് വിട്ടതാണ്. അതിൽ വാർഷിക കലണ്ടർ പ്രസിദ്ധീകരിച്ചു എന്ന രീതിയിലാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ കൂടുതൽ അപ്ഡേറ്റ്സിലേക്ക് പോകാം. ഇന്ന് പുറത്തിറക്കിയ ഒരു പത്രക്കുറിപ്പാണ്. 2025 വാർഷിക പരീക്ഷാ കലണ്ടർ പി എസ് സി വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചു. 2024 ഡിസംബർ 31 വരെ വിജ്ഞാപനം ചെയ്തതും ഇതിനകം പരീക്ഷകൾ നിശ്ചയിക്കാത്തതുമായ തസ്തികളുടെ സാധ്യതാ പരീക്ഷാ കലണ്ടറാണ് പ്രസിദ്ധീകരിച്ചത്. കഴിഞ്ഞ പ്രാവശ്യം ഇതേപോലെ പരീക്ഷാ കലണ്ടർ പ്രസിദ്ധീകരിച്ചു. ടെൻറ്റേറ്റീവായിട്ട് പറഞ്ഞ അതേ സമയത്ത് തന്നെ എന്ത് എക്സാം കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പൊതു പ്രാഥമിക പരീക്ഷകൾ, ഒറ്റത്തവണ പരീക്ഷകൾ, മുഖ്യ പരീക്ഷകൾ എന്നിവയുടെ സമയക്രമമാണ് പ്രസിദ്ധീകരിച്ചത്. പരീക്ഷാ കലണ്ടറിൽ ഉൾപ്പെട്ട എല്ലാ തസ്തികളുടെയും പരീക്ഷാ സിലബസ് ജനുവരി 15 കൂടിയിട്ട് എന്ത് പ്രസിദ്ധീകരിക്കും. ജനുവരി 15 ആകുമ്പോഴത്തെ വീണ്ടും ഒരു അപ്ഡേറ്റ് വരുവാണ്. എന്താ ഇതുവരെ എക്സാം ടെൻറ്റേറ്റീവ് കലണ്ടറിൽ ഉൾപ്പെട്ട എല്ലാ പരീക്ഷയുടെയും സിലബസ് പബ്ലിഷ് ചെയ്യുന്നുള്ള രീതിയിൽ ജനുവരി 15 കൂടി പരീക്ഷാ കലണ്ടറിൽ ഉൾപ്പെട്ട എല്ലാ തസ്തികളുടെ പരീക്ഷാ സിലബസ് ജനുവരി 15 കൂടി പ്രസിദ്ധീകരിക്കും. അതേപോലെ പിന്നെയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊതു പ്രാഥമിക പരീക്ഷയുമായിട്ടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ്. ഇപ്പോൾ ഓൾറെഡി സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റൊക്കെ എന്താ പറയേണ്ട സിലബസ് അവിടെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ടെക്നിക്കൽ ആണെന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ പ്രസിദ്ധീകരിക്കുന്നുള്ള രീതിയിൽ തന്നെയാണ് അവർ പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇനിയിപ്പം നിങ്ങളുടെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള എയിം എന്ന് പറഞ്ഞാൽ സിലബസ് വരും. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക, മാക്സിമം എഫേർട്ട് എടുക്കുക എന്നുള്ളതാണ് ഇതിൽ അൾട്ടിമേറ്റ് ആയിട്ടുള്ള കാര്യം. ഓക്കെ, അപ്പോൾ എങ്ങനെയെങ്കിലും എന്താ പറയണ്ടേ നല്ല രീതിയിൽ പഠിച്ചിട്ട് ഇനിയിപ്പം വരുന്ന എ ആണെങ്കിലും അല്ലെങ്കിൽ ലൈൻമാൻ ആണെങ്കിലോ അല്ലെങ്കിൽ ഇലക്ട്രീഷ്യൻ ആണെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഓവർസിയർ ആണെന്നുണ്ടെങ്കിലോ ഓക്കെ, അതേപോലെ ഓഫീസ് അസിസ്റ്റൻ്റ് ആണെന്നുണ്ടെങ്കിലോ എഞ്ചിനീയറിംഗ് അസിസ്റ്റൻ്റ് ആണെങ്കിലോ അല്ലെങ്കിൽ ഓവർസിയർ ഗ്രേഡ് 1 ആണെങ്കിലോ അല്ലെങ്കിൽ ലെക്ചറിംഗ് പോളി ആണെന്നുണ്ടെങ്കിലോ അതല്ലാന്നുണ്ടെങ്കിൽ സിവിലിൻ്റെ ഇഷ്ടംപോലെ LSTDI ഓവർസിയർ ഗ്രേഡ് 1 ഓക്കെ. LSTDI എന്ന് പറഞ്ഞാൽ ഇഷ്ടംപോലെ ഇത് വരുന്ന പോസ്റ്റുകൾ വരുന്ന ഒരു എക്സാമാണ്. അതേപോലെ മെക്കാനിക്കൽ ആണെന്നുണ്ടെങ്കിലും ഗ്രൗണ്ട് വാട്ടർ ഡിപ്പാർട്ട്മെൻറ്റ് ആണെങ്കിലും KW ആണെന്നുണ്ടെങ്കിലും ഓക്കെ ഇഷ്ടംപോലെ എന്താ പറയുക നോട്ടിഫിക്കേഷൻ ഇഷ്ടംപോലെ പോസ്റ്റുകൾ വേക്കൻസി വരുന്ന പോസ്റ്റുകളാണ്. അപ്പോൾ നിങ്ങളെ സൈഡ് തന്നെ മാക്സിമം എഫേർട്ട് എടുക്കുക. അപ്പോൾ ഇനി ഇത് പറഞ്ഞിരിക്കുന്ന അൾട്ടിമേറ്റ് ആയിട്ടുള്ള പോയിന്റ് ഇതാണ്. പരീക്ഷാ കലണ്ടർ ഉൾപ്പെട്ട എല്ലാ തസ്തികളുടെയും പരീക്ഷാ സിലബസ് ജനുവരി 15 കൂടി പ്രസിദ്ധീകരിക്കുന്ന രീതിയിലാണ് പറഞ്ഞേക്കുന്നത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ന്യൂസാണ്, പെട്ടെന്ന് കിട്ടുക. അപ്പം തന്നെ ഒരു വീഡിയോ ചെയ്തേക്കുന്നത്. ലാപ്ടോപ്പൊന്നും കയ്യിലില്ല, അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തേക്കുന്നത് ഈ ഒരു രീതിയിൽ പറയുന്നത്. നമ്മൾ കഴിഞ്ഞ ടെൻറ്റേറ്റീവ് കലണ്ടർ വന്നപ്പോഴും ഇതിൽ ലാപ്പ് കയ്യിലുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത് ഈ കഴിഞ്ഞ 2 ദിവസത്തെ വീഡിയോസിൽ കുറച്ച് ക്വാളിറ്റി അല്പം കുറവുണ്ടാവുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. കൂടുതൽ അപ്ഡേറ്റ്സ് ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.